നമസ്കാരം സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം മുതൽ കൊല്ലം ജില്ലയിലെ മേവറം വരെയുള്ള വീഡിയോയ്ക്കകത്ത് ആദ്യത്തെ പാർട്ടായിട്ടുള്ള കല്ലമ്പലം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ആദ്യത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കല്ലമ്പലം മുതൽ ചാത്തന്നൂർ വരെയാണ്. ശിവാലയ കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ വേഗത്തിലായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു വർഷം കൂടിയുള്ളൂ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കാലാവധി അവസാനിക്കാൻ. കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകോണം വരെയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. തുടങ്ങിയത് ഒക്ടോബർ 2022 അവസാനിപ്പിക്കേണ്ട ഡേറ്റ് 2025 ഫെബ്രുവരി മാസത്തിലാണ് അവസാനിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഏകദേശം ഇനി ഒരു വർഷം കൂടി 2025 ഫെബ്രുവരിയിൽ. ഇതുവരെ ഏകദേശം 29% വർക്ക് ഫിനിഷ് ആയിട്ടുള്ളത്. നമ്മൾ ദാണ്ട് കടമ്പാട്ടുകോണം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ടാറിങ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വലതുഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം, ക്രാഷ് ബാരിയറുടെ ടോപ്പ് കോൺക്രീറ്റാണ് ചെയ്ത് തീർക്കാനുള്ളത്. കമ്പി മാത്രം മേളോട്ട് ഇരിക്കുന്നത്. നമുക്ക് തോന്നുന്നത് ആ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയർ ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ അവിടെ കമ്പിയുണ്ട്, കോൺക്രീറ്റ് ചെയ്താൽ മതി. ഇനി മുമ്പോട്ട് വരുന്ന ഭാഗത്തൊക്കെ ഇനി ടാറിങ്ങാണ് ചെയ്ത് തീർക്കേണ്ട. രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ ഒരുവിധം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് ഇനി വരുന്നത് പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിപ്പള്ളിയാണ്. പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മുക്കടയിൽ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് ഡ്രൈനേജിൻ്റെ മുകളിലായിട്ട് കുറച്ച് റിട്ടേണിങ് വാൾ ബ്ലോക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്കിപ്പം മുക്കടയിലെ ആ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നമുക്കിപ്പം ദൃശ്യമാവും. അപ്പം അവിടെ ഇനി റിട്ടേൺ വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പം ഇടത്തോട്ട് കാണുന്ന റോഡ് വർക്കല ശിവഗിരി വർക്കല ബീച്ചിലോട്ടൊക്കെ പോകുന്ന റോഡാണ്. ഇപ്പം ഇടത്തോട്ട് പോകുന്ന റോഡ്. നമുക്കിപ്പം നേരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന മുക്കട ഭാഗത്തേക്കാണ് വന്നത്. അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വന്നപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവരിപ്പം മെറ്റിലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വേറെ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. മുക്കടയിലെ അണ്ടർപാസിൻ്റെ ടോപ്പ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലും റിട്ടേൺ വാൾ ഉയർത്തുക, മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയാണ്. കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട്. ബാരിക്കേഡൊക്കെ ചുറ്റിനും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ കുറച്ച് ഗർഡറുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. അത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അടുത്ത ജംഗ്ഷൻ പാരിപ്പള്ളിയാണ്. പാരിപ്പള്ളി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം ഗർഡറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. കുറേയധികം ഇവിടെ നിർമ്മിച്ചു. ഇവിടെ തന്നെ സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പൈലിംഗ് വർക്കുകൾ പാരിപ്പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കാണാം പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പേ തന്നെ ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പാരിപ്പള്ളിയിലൊക്കെ ഇനിയും പണി നടക്കാനുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇനിയും ഒതുക്കാനുണ്ട്. രണ്ട് സൈഡിലും ഒന്നും പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ പുതിയ പോസ്റ്റും അതേപോലെ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് ഡ്രൈനേജിൻ്റെ പണി മാത്രമേ നമ്മൾ പാരിപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വീണ്ടും പാരിപ്പള്ളി ഭാഗത്തേക്ക് അടുക്കുമ്പോൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഡ്രൈനേജിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മളിപ്പോൾ മുമ്പോട്ട് വരുമ്പം പൈലിംഗ് വർക്കുകൾ നമുക്കിപ്പം കാണാൻ പറ്റും. ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൈലിംഗ് കഴിഞ്ഞ് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. മൂന്നിടത്തായിട്ടാണ് ഇപ്പം പൈലിംഗ് വർക്കുകൾ പാരിപ്പള്ളിയിൽ നടന്നിരിക്കുന്നത്. മൂന്നിടത്തായിട്ട് തന്നെ പൈൽ ക്യാപ്പിൻ്റെയും പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ രണ്ട് സൈഡിൽ അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം മേളിൽ നിന്ന് താഴോട്ട് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് എത്രമാത്രം ഹൈറ്റിലാണ് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റാത്തത്. കറക്റ്റ് നമ്മൾ റോഡിൽ കൂടി പോകുന്നവർക്കാണെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിൽ നമുക്കിപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡ് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ നിലവിലെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കത് നല്ലോണം അറിയാൻ പറ്റും. രണ്ട് സൈഡിലും നല്ല ഹൈറ്റിലായിട്ടാണ് മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡ് ടാർ ചെയ്തിരിക്കുന്ന ഉടൻ തന്നെ ചിലപ്പം അതുവഴി തന്നെ വാഹനങ്ങൾ കടത്തിവിടും. ബാക്കിയുള്ള സ്ഥലത്തും കൂടെ പ്രധാനപ്പെട്ട 6 വരി കടന്നു പോകേണ്ട റോഡിൽ കൂടി ഇനിയും മണ്ണിട്ട് ഫില്ല് ചെയ്യണം. ആ ഒരു പഴയ റോഡ് കുത്തിപ്പൊളിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള സ്ഥലം കൂടെ സെൻട്രൽ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുക. അപ്പം ആ ഒരു പണി ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ്. നമ്മൾ ഈ ഒരു റിട്ടേൺ വാളിൻ്റെ മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 6 വരി കടന്നു പോകേണ്ട റോഡിൻ്റെ സെൻട്രൽ ഭാഗത്ത് അവരിപ്പം പഴയ റോഡ് കുത്തിപ്പൊളിച്ചേച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വാഹനങ്ങൾ ഇടത്തെ സൈഡിൽ കൂടി സർവീസ് റോഡിൽ കൂടിയാണ് അങ്ങോട്ട് കടത്തിവിടുന്നത്. ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ പ്രധാനപ്പെട്ട റോഡ് കുറച്ച് ഭാഗം അവർ ടാർ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ട് നമുക്കിപ്പോൾ കാണാം പ്രധാനപ്പെട്ട പഴയ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അവരിപ്പം
മണ്ണിട്ട് നിരത്തുന്ന പണിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെയൊക്കെ മെറ്റിലിട്ട് നിരത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിലും കുറച്ച് ലെങ്തിലായിട്ട് ആറുവരിപ്പാത വരുന്ന ഭാഗത്ത് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗവും ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് കുറച്ച് ലെങ്തിലായിട്ട് ഇനിയും പണി നടക്കാനുണ്ട്. ഇവിടെ വരെയുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പണി ആക്റ്റീവ് ആവാനുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലെ വീഡിയോ ചെയ്തത് ഏകദേശം ഒരു 3 മാസം മുമ്പാണ്. കടമ്പാട്ടുകോണം മുതൽ കല്ലുവാതക്കൽ വരെയുള്ള റീച്ചിലെ വീഡിയോ ആയിരുന്നു 3 മാസം മുമ്പ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ വരെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ പരിശോധിച്ചപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തൊന്നും പണി അന്നത്തെ വീഡിയോയ്ക്ക് അത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. 3 മാസത്തിന് ശേഷം ഈ ഒരു ഏരിയയിലൊക്കെ പാരിപ്പള്ളി കഴിഞ്ഞു വരുന്ന ഭാഗത്തൊക്കെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പാരിപ്പള്ളി കഴിഞ്ഞ് വരുന്നിടത്ത് അന്നത്തെ വീഡിയോയ്ക്കകത്ത് ആ റിട്ടേണിംഗ് വാൾ ഉയർത്തുന്നതിന് വേണ്ടി ഒരു സൈഡിലായിട്ട് ഇടത്തെ സൈഡിലായിട്ട് മാത്രം മണ്ണ് തുറന്ന് നീക്കം ചെയ്യുന്നതാണ് അന്നത്തെ ആ വീഡിയോയ്ക്കകത്ത് ഉള്ളത്. ഇപ്പോഴത്തെ വീഡിയോയ്ക്കകത്ത് 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും അതേപോലെ തന്നെ ടാറിങ്ങും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ താണ്ട് പാരിപ്പള്ളി കഴിഞ്ഞ് പിന്നെ നേരെ കല്ലുവാതക്കൽ ഭാഗത്തോട്ട് വരുമ്പം ഇവിടെ നമുക്ക് കാണാൻ 2 സൈഡിലും ഡ്രൈനേജ് വരുന്നത് കുറച്ച് ആറുവരിപ്പാതയുടെ വീതിയോട് ചേർന്നാണ് വരുന്നത്. 2 സൈഡിലും ഗ്യാപ്പ് കാണാൻ പറ്റും. സർവീസ് റോഡ് വിട്ടിട്ട് ഉള്ളോട്ട് കയറിയാണ് ഡ്രൈനേജിൻ്റെ പണി ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊല്ലത്ത് ഓച്ചിറയിലും ഇതേപോലെയാണ് ചെയ്തത്. അതായത് ടോൾ പ്ലാസ വരുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ടോൾ പ്ലാസ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഉള്ളോട്ട് കയറ്റി ഡ്രൈനേജിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പം സർവീസ് റോഡിലോട്ട് കയറി 2 സൈഡിലും ഡ്രൈനേജ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു പണ്ട് ഒരു വർഷം മുമ്പേ വീഡിയോ അങ്ങോട്ട് ചെയ്തപ്പം റോഡിൽ കൂടി നമ്മൾ കാറിനകത്ത് ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തപ്പം അവർ ടോൾ പ്ലാസയിൽ നിന്ന് റോഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാനത് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെ 2 സൈഡിലോട്ടും ഈ ഡ്രൈനേജ് കയറി പോകുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം തുടങ്ങിയിട്ട് കുറച്ച് ലെങ്തിലായിട്ട് സർവീസ് റോഡിൻ്റെ പണി ഇടത്ത് ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ കല്ലുവാതക്കൽ പഞ്ചായത്ത് ഹൈസ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ കാണുന്നതാണ് കല്ലുവാതക്കൽ പഞ്ചായത്ത് ഹൈസ്കൂൾ. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ 2 സൈഡിലും കുന്നുപോലുള്ള ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് മാറ്റമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും നല്ല വീതിക്ക് തന്നെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷമാണ് സർവീസ് റോഡ് വലത് ഭാഗത്തായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടത്തെ സൈഡിലും അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മേളിൽ കൂടി ഓടയുടെ നിർമ്മാണം ഫിനിഷായിട്ടുണ്ട്. ഇവിടെ ഇപ്പം മുമ്പോട്ട് വരുന്നിടത്ത് കല്ലുവാതക്കൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ദാണ്ട് ഇവിടെ വലത് ഭാഗത്തായിട്ട് തന്നെ മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇടത്തെ സൈഡിലും ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് മെറ്റിലിട്ട് നിരത്തിയിട്ട് മുമ്പോട്ട് വരുന്ന വഴിക്ക് ഇടത്തെ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കല്ലുവാതക്കലിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ കയറ്റം കയറിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇടത്തെ സൈഡിൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. വലതു ഭാഗത്ത് ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇനിയും പണി നടക്കാനുണ്ട്. കല്ലുവാതക്കൽ അണ്ടർപാസിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ 2 സൈഡിലും റിട്ടേൺ വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ഒരു സൈഡിലായിട്ട് മാത്രമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ 2 സൈഡിലും സർവീസ് റോഡിൽ കൂടി ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സെൻറ്റർ ഭാഗത്തൊക്കെ ഇനി മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്ത് അണ്ടർപാസിൻ്റെ പണി ഇനി പെട്ടെന്ന് തന്നെ ആയിരിക്കും. കല്ലുവാതക്കലിലെ പണി ഇനി ഉടൻ തന്നെ ഫിനിഷാവും എന്നാണ് കരുതുന്നത്. പിന്നെ നമ്മൾ വളവ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തും പണി തുടങ്ങിയിട്ടുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് വൃത്തിയാക്കാതെ ഇട്ടിരുന്ന ഭാഗത്തൊക്കെ ഇപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. കുറേ ലോഡ് മണ്ണ് ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇടത്തെ സൈഡിലൊക്കെ ഇനി ക്രാഷ് ബാരിയർ നിർമ്മാണം 2 സൈഡിലുമായിട്ട് ഇനി നടത്താനുണ്ട്. ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ ഇനി 2 ഭാഗത്തുമായിട്ട് നടത്താനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് വലത്തെ സൈഡിലായിട്ടാണ് കുന്നുപോലുള്ള ഉള്ളത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഇടത്തെ സൈഡിൽ കുറേ മരങ്ങളും കുറേ വേസ്റ്റും ഒക്കെ കടന്നിരുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ അവരിപ്പം കുറച്ചും കൂടെ വൃത്തിയാക്കിയിട്ട് കുറേ ലോഡ് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വീഡിയോ കുറച്ച് ചുമന്ന കളറിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിരാവിലെ പോയി എടുത്തതാണ്, അതുകൊണ്ടാണ് ഇത്രയും ഒരു ഏരിയ നമുക്ക് ചുവപ്പ് കളറായിട്ട് തോന്നുന്നത്. അത് രാവിലെ പോയില്ലെങ്കിൽ നമുക്ക് ബ്ലോക്കിൽ പെടും. അതേപോലെ തന്നെ നല്ല വെയിലും ചൂടും ഒക്കെയാണ്, നമുക്ക് പണി നടക്കത്തില്ല. ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്രോൺ വീഡിയോ നമുക്ക് ഇത്രയും ലെങ്തിലായിട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ വളവ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് കണ്ട് ഇവിടെ ഇപ്പം കുറേ കൂടി മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം വലത്തേ സൈഡിലായിട്ട് കുറച്ച് ഫിനിഷായിട്ടുണ്ട്. സർവീസ് റോഡ് മുകളിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. പിന്നെ മുമ്പോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ഫിനിഷായിട്ടുണ്ട്. ആറുവരിപ്പാതയുടെ കുറച്ച് ടാറിങ്ങൊക്കെ ഫിനിഷായിട്ടുണ്ട്. ഒരു ലെയറും കൂടെ എൻ്റെ മുകളിൽ കാണും. പിന്നെ ദാ ഇവിടെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത്
ഇപ്പം മെറ്റിലിട്ട് നിരത്തുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു ഭാഗം കൂടി ടാർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തിലായിട്ട് 6 വരി പാതയുടെ പണി പൂർത്തിയായി. ഇവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തെ സൈഡിലും ഡ്രൈനേജിൻ്റെ പണി കുറച്ചും കൂടെ കണക്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇടത്തെ സൈഡിലും കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ടാർ ചെയ്യാനുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത്. ഇവിടുന്ന് മുമ്പോട്ട് നമ്മൾ ഷീമാട്ടി ജംഗ്ഷൻ എത്തുന്നിടം വരെയുള്ള കുറച്ച് സ്ഥലത്തായിട്ട് തന്നെ ഇതേപോലെ തന്നെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടാണ് ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ. ഈ പമ്പിലോട്ടൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം കുറച്ച് ലെങ്ത് ഗ്യാപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. ശിവാലയ കമ്പനി ആദ്യമേ വർക്ക് തുടങ്ങിയ ഒരു ഭാഗം കൂടിയാണ് ഇവിടം. നമ്മൾ കല്ലുവാതക്കൽ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നിടത്തും പിന്നെ നമ്മൾ ഷീമാട്ടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിരുന്നു ആദ്യമേ വർക്ക് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ആയിരിക്കും ആദ്യമേ 6 വരി പാതയുടെ വർക്ക് ഫിനിഷ് ആവുക. ഏകദേശം പൂർത്തിയായി. ഇനിയും ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഉണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് എന്തുമായാലും ഉണ്ട്. അത്രയും ഫിനിഷ് ആയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പുതിയതായിട്ട് ഇവിടെ 2 സൈഡിലും ഇനി പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്, പുതിയ പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നിക്കുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് ഈ നമ്മൾക്ക് ഇപ്പം മെയിൻ റോഡിൻ്റെ 2 സൈഡിലായിട്ട് കാണുന്ന ക്രാഷ് ബാരിയറിനകത്തായിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് വരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പം ഒരു ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ക്രാഷ് ബാരിയർ നിർമ്മിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിൽ കൂടി ഒരു 2-3 ഇഞ്ച് കനത്തിൽ ഓസ് ഇങ്ങനെ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും കോൺക്രീറ്റ് ചെയ്യുന്നത്. അത് ഇതിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കേബിൾ കടത്തി വിടുന്നതിനും പിന്നെ ക്യാമറയുടെയൊക്കെ കേബിൾ പോകുന്നതിന് വേണ്ടിയിട്ടുമായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. നമ്മളിത് മുമ്പോട്ട് എത്തുമ്പം ഷീമാട്ടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടത്തെ സൈഡിൽ കുറച്ച് ഭാഗം ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് ഇവിടെ പണി തുടങ്ങാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും സ്ഥലത്ത് ടാറിങ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഇവിടെ ഇടത്തെ സൈഡിലും പണി തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നേരെ ഷീമാട്ടി ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. ഷീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം ഇടത്തെ സൈഡിൽ നമ്മളിപ്പം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണത്തിൻ്റെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് വരുന്ന പണി നടക്കുന്നുണ്ട്. പിന്നെ വലത്തെ സൈഡിലൊക്കെ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പണിയാണ് നടന്ന് തീരാനുള്ളത്. ഷീമാട്ടി ജംഗ്ഷനിലായിട്ട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിലായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. റിട്ടേൺ വാൾ 4 സൈഡിലും വെച്ച് മണ്ണിട്ട് ഇത്രയും ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പകുതിയോളം കോൺക്രീറ്റ് കഴിഞ്ഞ് ഇനി ബാക്കി പകുതി കോൺക്രീറ്റിൻ്റെ വർക്ക് കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ബാക്കി പകുതി കോൺക്രീറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന വഴിക്ക് നേരത്തെ നമ്മൾ ചുറ്റിയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗം അവർ ടാറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുവഴി കടത്തി വിടുന്നുണ്ട്. വലത്തെ സൈഡിൽ കൂടി നേരെ തിരുവനന്തപുരം ഭാഗത്തോട്ട് കടത്തി വിടുന്നുണ്ട്. ഇത്രയും മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലായിട്ട് തന്നെയാണ് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി നടത്തിയിരിക്കുന്നത്. നമ്മളിനി ചാത്തന്നൂർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്തായിട്ടുണ്ട്. അത് നമ്മൾ KSRTCയിലോട്ട് സ്റ്റാൻഡിലോട്ട് തിരിഞ്ഞു പോകുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. പകുതിയോളം കഴിഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മളിത് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി പകുതിയോളം ഭാഗത്തായിട്ട് തന്നെ ഇനി ടാർ ചെയ്യാനുണ്ട്. അവിടെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലത്തെ സൈഡിലും അതേപോലെ തന്നെ കുറച്ച് ലെങ്തിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 സൈഡിൽ ഈ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം ഇത്രയും ലെങ്തിലായിട്ട് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് പിന്നെ 2 സൈഡിലും റിട്ടേൺ വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായിരിക്കും അണ്ടർപാസിൻ്റെ അടുത്തോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടർപാസ് കഴിഞ്ഞും പിന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ നല്ല ഹൈറ്റിലായിട്ട് തന്നെ റിട്ടേൺ വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. നമ്മൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം വലത്തെ സൈഡിൽ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ടാറിങ്ങിൻ്റെ പണി സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം ഇനി അണ്ടർപാസിൻ്റെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് റോഡിൻ്റെ ഭാഗം കുത്തിപ്പൊളിച്ചിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലത്തുകൂടി അണ്ടർപാസിൻ്റെ നിർമ്മാണം ബാക്കി തീരാനുണ്ട്. പകുതിയോളം മാത്രമേ കഴിഞ്ഞുള്ളൂ. ബാക്കി പകുതി ഇനി ചെയ്ത് തുടങ്ങണം.
പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് തന്നെ വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലും റിട്ടേൺ വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിലും അതേപോലെ തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ടാറിങ്ങും പൂർത്തിയായിട്ടുണ്ട്. ഇടത്തേ സൈഡിലും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ. നമ്മളിനി നേരെ വരുന്നത് ചാത്തന്നൂർ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. വരുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ഒരു 16ഓളം ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും കുറച്ച് ലെങ്തിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തിയതേ ഉള്ളൂ. പിന്നെ വേറെ പണിയൊന്നും നമ്മൾ ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പം ഈ ഒരു സൈഡിലായിട്ടില്ല. പിന്നെ മുമ്പോട്ട് വരുമ്പം മൂന്നിടത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ വലത്തേ സൈഡിൽ ഇപ്പം 3 കാണുന്നതിൻ്റെ വലത്തേ സൈഡിലായിട്ട് തന്നെ 2 പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയതേ ഉള്ളൂ. അത്രയും പണിയേ ഉള്ളൂ. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് തിരുമുക്കിലെ ഒരു അണ്ടർ പാസ്. അപ്പം ഇവിടുന്ന് റിട്ടേൺ വാൾ ഉയർത്തി തിരുമുക്ക് വരെ എനിക്ക് തോന്നിക്കുന്ന റിട്ടേൺ വാൾ കുറച്ച് ലെങ്തിൽ ഹൈറ്റിലായിട്ടുണ്ടാവും എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാത്തന്നൂർ വരെയുള്ള അപ്ഡേറ്റ്. അടുത്ത ബാക്കി ഭാഗം ഉടൻ തന്നെ ഉണ്ടായിരിക്കും, കാത്തിരിക്കുക. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.